ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗ് മാച്ചിൽ PSG അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയും കളി. PSG വളരെയധികം ഡോമിനേറ്റ് ചെയ്തു. അടിപൊളി കളിയാണ് PSG കളിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ കളിയിൽ പ്രീ ക്വാർട്ടറിൽ ലിവർപൂളും PSG കളിയുണ്ടായി. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ലിവർപൂൾ ജയിക്കുന്നു. അപ്പോൾ അന്ന് നമ്മളെ കൂട്ടുകാരൻ റജീബ് പറഞ്ഞു, അവൻ പാരീസിലാണ്, PSG ഗംഭീര ടീമാണ്, എനിക്ക് തോന്നുന്നത് അവർ നന്നായി കളിക്കണം, അവർ എൻട്രിക്കോൻ്റെ കീഴിൽ ഭയങ്കര ടീം ബിൽഡപ്പ് ചെയ്ത് വരികയാണ്. ആ ടീം കുറേ പറഞ്ഞു, ഞാൻ സമ്മതിച്ചില്ല. പക്ഷേ ആ കളി കണ്ടപ്പോൾ മനസ്സിലായി PSG ലെവൽ മാറിയിരിക്കണത്. PSG ഭയങ്കര കളിയാണ് അന്ന് കളിച്ചത്. ലിവർപൂളിന് ബോൾ ഓടിച്ചില്ല. അതേപോലെ തന്നെ ആസ്റ്റൺ വില്ലയും കളിച്ചിരുന്നു. ആസ്റ്റൺ വില്ല ഫസ്റ്റ് ഒരു ഗോൾ അടിച്ചു, ഒരു കൗണ്ടറിൽ ഒരു ഗോൾ അടിച്ചു എന്നല്ലാതെ ബാക്കി മുഴുവൻ PSG ആണ് ഡോമിനേറ്റ് ചെയ്ത് കളി. പക്ഷേ PSG 3 ഗോളും അടിച്ചു. PSG എന്താ പറയുക, വലിയ പ്രൊഫൈലില്ലാത്ത പ്ലേയേഴ്സ് ഒക്കെ ഒരു ടീമായിട്ടാണ് PSG കളിക്കുന്നത്. അതാണ്, ഒരു വലിയ കളിക്കാരൻ്റെ ആവശ്യമില്ല, ഒരു ടീമാണ് വേണ്ടത്. നല്ലൊരു കോച്ചും ഒരു ടാക്ടിക്സും ഒരു ടീമും, ഇങ്ങനെ ഒരു ഒറ്റ മനസ്സിലൊരു ടീമുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ പറ്റുന്നതാണ് PSG കളിക്കുന്നത്. PSG ഗംഭീര കളി കളിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കപ്പടിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. PSG ഡോമിനേറ്റ് പറഞ്ഞാൽ അപ്പോൾ ലിവർപൂളിനെതിരെയാണ്, ഇപ്പോൾ ആസ്റ്റൺ വില്ലയ്ക്ക് എതിരെയാണെങ്കിലും ഭയങ്കര ഡോമിനേറ്റ് ചെയ്തിട്ട് സുഖമായിട്ടാണ് PSG കളിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ PSG കപ്പ് വരും. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, മെസ്സി, എംബാപ്പെ, നെയ്മർ അങ്ങനത്തെ ഒരു വലിയ പ്രൊഫൈലൊന്നും ഇല്ലാത്ത പ്ലേയേഴ്സാണ്. ഇപ്പോൾ ഒക്കെ ഒരു ആവറേജ് പ്ലേയേഴ്സ്, ഒക്കെ ഞാനാണോ ജിയാണോ എന്നുള്ള ഒക്കെ ഒരേപോലെ ഒരു ടീമായിട്ട് ഭയങ്കരമായിട്ട് PSG കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. PSG നമുക്ക്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ആഴ്സണലായിട്ടുള്ള കളി, ഞാനൊരു ആഴ്സണൽ ഫാനാണ്, ആഴ്സണൽ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എന്തു സംഭവിക്കാം, നല്ല ടീമുണ്ട്, ഗംഭീര ടീമുണ്ട്. ചിലപ്പോൾ മേ ബി അവർ ഫൈനലിൽ കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അമ്മാരി കളി ഇപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങളൊന്ന് ഒരു നമുക്ക് അറിയുന്ന ഒരു പ്ലെയർ ഡംബൽ ഉണ്ടാവും അതിൽ, ബാക്കി ഹക്കീമുണ്ട്, അങ്ങനെ 1-2 ആൾക്കാർ, അതന്നെ വലിയ കളിക്കാർ എന്ന് വിചാരിച്ച് നമ്മൾ നോക്കുന്ന പ്ലേയേഴ്സ് അല്ല, ഒക്കെ ഒരു ആവറേജ് ടീം. അതാണ് ഫുട്ബോൾ, ഒരു ടീം ഗെയിമാണ്. വലിയ കളിക്കാരുണ്ടായിട്ട് കാര്യമില്ല, ഒരു ടീം ഗെയിമാണ്. നല്ലൊരു കോച്ചുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. അവരെ കളി എന്ന് പറഞ്ഞാൽ ബിൽഡപ്പ് ചെയ്ത് തട്ടിയിട്ട് ഭയങ്കര രസമുള്ള കളി PSG കളിച്ചുകൊണ്ടിരിക്കുന്നത്. സെൻട്രൽ 2 മിഡ്ഫീൽഡേഴ്സും ഒരു രക്ഷയില്ല, പോർച്ചുഗൽ നവാസും വെറ്റിയും ഒരു രക്ഷയില്ല. അതങ്ങനെ ഓരോ സൈഡും അവർ കളിച്ചുകൊണ്ടിരിക്കുക. അവരവരെ 100-ൽ 200 ഇടുക, ടീമിന് വേണ്ടി മരിക്കുകയാണ് പ്ലേയേഴ്സ്. അതന്നെ അവരെ റിസൾട്ടും കാണാണ്ട് നന്നായി കളിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ ഇപ്രാവശ്യമൊക്കെ തോന്നുന്നുണ്ട്, അറിയില്ല ഞാൻ എന്താണ് സംഭവിക്കുകയെന്ന്. പക്ഷേ ഇതാണ് ഫുട്ബോൾ ഈസ് എ ടീം ഗെയിം എന്ന് പറയുന്നത്.